നമസ്കാരം. കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷക്കാലമായി മണിപ്പൂരിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. അവിടെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ, ഹെയ്ത്തികളും ഹുക്കികളും എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗക്കാർ തമ്മിൽ വംശീയ കലാപം നടക്കുകയാണ്. അതിനകത്ത് ധാരാളം വിവിധ മതത്തിലുള്ളവർ കൊല്ലപ്പെടുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം എല്ലാവരും പറഞ്ഞൊരു ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല? ശ്രീ നരേന്ദ്രമോദി പോകണം എന്നുള്ള ഒരു അഭിപ്രായം എല്ലാ കോണുകളിൽ നിന്നുമുണ്ടായി. എന്നാൽ അത് ഇപ്പോൾ ഈ സെപ്റ്റംബർ 13 2020 സെപ്റ്റംബർ 13 പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോവുകയാണ്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകുന്നത് പകൽ സംസ്ഥാനത്ത് തങ്ങുന്ന മോദി പുരാം ചന്ദ്പൂർ, കാംഗ്ല, ഇംഫാൽ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് എന്നിവിടങ്ങളിലെത്തും. കലാപത്തെ തുടർന്ന് വളരെ കലുഷിതമായി കിടന്ന ഒരു പ്രദേശമാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് മോഡിയുടേത്. അദ്ദേഹം ഇരകളെ സന്ദർശിക്കും, വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തും. മിസോറാമിലെ ഐസോളിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 മണിപ്പൂരിലെ പുരാം ചന്ദ്പൂരിലെത്തുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾക്കുള്ള തറക്കല്ലിടും. പുരാൻ ചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയെ മോഡി അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 2:30 കാംഗ്ലയിലെത്തി താഴ്വരയിലുള്ള കലാപബാധിത പ്രദേശത്ത് സന്ദർശിക്കും. തുടർന്ന് സംസ്ഥാനത്തെയും പുറത്തെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കുക്കി വിഭാഗക്കാർ ഭൂരിപക്ഷമുള്ള പുരാചന്ദ്പൂരിൽ 7500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് മോഡി തറക്കല്ലിടുന്നത്. മെയ്ത്തി ഭൂരിപക്ഷമുള്ള മേഖലയിൽ 1200 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം. അപ്പോൾ രണ്ട് മേഖലയിലും, മെയ്ത്തികളുടെയും കുക്കികളുടെയും രണ്ട് പ്രദേശങ്ങളിലും കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ, ഏകദേശം 7300-ഉം 1200 8500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണിപ്പൂരിൽ ചെയ്യാൻ പോകുന്നത്. ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേന, വാട്ടർ ബോട്ടിൽ, പെട്ടി, പിന്നെ അതുപോലെ തന്നെ ബാഗ്, ഹാൻഡ് കർച്ചീഫ്, ലെറ്റർ, തീപ്പെട്ടി, തുണി, മൂർച്ചയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്നിവ കൈവശം വയ്ക്കാൻ പാടില്ല. കൃത്യമായ സുരക്ഷയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 12 വയസ്സിൽ നിന്നുള്ള കുട്ടികളെയും ആരോഗ്യ പ്രശ്നമുള്ളവരെയും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ സുരക്ഷയോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ മോഡി സന്ദർശിക്കുന്നതിന് വരും, പ്രധാനമന്ത്രി എത്തും എന്നുള്ളതിന് തൊട്ട് മുമ്പ് തന്നെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരാചന്ദ്പൂരിലാണ് സംഭവിച്ചത്. പ്രദേശവാദികളും പോലീസും തമ്മിലാണ് ചെറിയതായിട്ട് ഏറ്റുമുട്ടി. മോഡി സന്ദർശനത്തിന് ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണ അലങ്കാരങ്ങൾ ഒരു സംഘം നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവിടെ പ്രധാനമന്ത്രി ചെല്ലുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പരാതി. ചെല്ലുമ്പോഴും സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ വിഭാഗം ഉണ്ടാവുമല്ലോ. പാറാപാറ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഘ അക്രമികളെ പുരാചന്ദ്പൂരിലെ പിൻസുമൻ ഗ്രാമത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. അപ്പോൾ അവരെ പോസ്റ്ററൊക്കെ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇന്ന് BSF കേന്ദ്രത്തിന് 5 കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നത്. അതായത് മോഡി ഇറങ്ങുന്ന, ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന BSF കേന്ദ്രത്തിൻ്റെ 5 കിലോമീറ്ററിനകത്താണ്. പക്ഷേ എന്നാൽ പോലും വലിയ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുക്കി ഭൂരിപക്ഷ പ്രദേശമാണ്. നേരത്തെ വംശീയകലാപത്തിൻ്റെ മുഖ്യ കേന്ദ്രമായ ചുരാചന്ദ്പൂർ. കുക്കി സോ കൗൺസിൽ കഴിഞ്ഞ ദിവസം മോഡിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കിമാർക്കുള്ള സ്മരണയ്ക്ക് തയ്യാറാക്കിയ ഓർമ്മ മതിൽ മറച്ചുകൊണ്ട് അലങ്കാരങ്ങൾ നടത്തിയതിലാണ് പ്രദേശവാസികൾ പ്രകോപിതരായതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊരു ലോക്കലായി ഉണ്ടായ ഇഷ്യൂ ആണ്. അപ്പോൾ അത് അവരുടെ ഒരു ബോർഡ് മറച്ചതുമായി ബന്ധപ്പെടുത്തി വന്ന പ്രശ്നമാണ്. എന്തായാലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ഒരു വലിയൊരു വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിലുമൊക്കെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായി മണിപ്പൂരിലെത്തി പ്രധാനമന്ത്രി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ഇത്രയും രൂപയുടെ വികസന പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കാം. കഴിഞ്ഞ ദിവസമാണ് കുക്കിയുടെ ആളുകൾ കേന്ദ്ര BSF സേനയുമായിട്ടൊക്കെ കരാറുകൾ ഒപ്പുവെച്ച് ആയുധമൊക്കെ കീഴടക്കി കൊണ്ടുവച്ച് കീഴടങ്ങിയത്. എന്തായാലും നമുക്ക് പുതിയ ഒരു പ്രഭാതം, ഒരു സൂര്യോദയം മണിപ്പൂരിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ രാജ്യം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ പോവുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇപ്പോൾ വൈകിട്ടാണെങ്കിലും അത് പോകാൻ തീരുമാനിച്ചു. അതിന് സ്വാഗതം ചെയ്യണം നമ്മൾ. തീർച്ചയായിട്ടും മണിപ്പൂർ ശാന്തമാകട്ടെ.